ആ അത്യാവശ്യം തുരുമ്പുണ്ട് വണ്ടിയിൽ. കുറച്ചാളേ മഴയത്ത് കിടന്ന വണ്ടിയാ അത്. കൂടിയല്ലേ അത് കളയാണ് ഞാൻ എനിക്ക് ഈ പോയ സ്ഥലമൊക്കെ നമുക്ക് ഒരു പീസ് ഇട്ട് വെൽഡ് ചെയ്തിട്ട് ഞാനിതൊക്കെ പറിച്ച് കളയാൻ പോവാം. ഇത് വേണ്ട, ഞാൻ വേറെ രണ്ടാമത് പെയിന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടിരിക്കും. ഞാൻ ചെയ്യാൻ പോണെന്ന് തുടങ്ങാറേട്ടാ. ഇപ്പൊ ചേട്ടൻ എനിക്കിതൊന്ന് വെൽഡ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് തുരുമ്പൊക്കെ കുറച്ച് കളഞ്ഞ് പെയിന്റ് അടിച്ചിട്ടോളാം. അതിനിട്ട് പിന്നെ അണ്ടർ പെയിന്റ് ചെയ്തായില്ലോ. ഇടിയില്ല, വണ്ടി കിടന്നു പോയേക്കണത്. ആ ഇങ്ങനെ ഒരു പീസ് ഇവിടെ ഇവിടെ ഈ അറ്റം വരും. രണ്ട് മടക്കം പീസാണ്. ഉള്ളിലും വെക്കും പുറത്തും വെക്കും. ഈ ഒരു സാധനം വെള്ളം പോകാൻ വേണ്ടി ഇട്ടേക്കണല്ലേ? ഇത് വെള്ളം പോകാൻ ഈ അടിച്ചു കൂട്ടുന്ന സാധനങ്ങളൊക്കെ താഴ്ത്തേക്കളയാണ്. അതാദ്യം മൂടി കളയും ആൾക്കാർ. ഇതിപ്പോ എന്തെങ്ങനെ തുരുമ്പ് വരാൻ കാരണം തൊട്ട് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തില്? എന്റെ അഭിപ്രായം എടാ, ഈ സാധനം ഇല്ലേ, ഈ സാധനം നനഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ വലിയ പാടാണ്. ആ സമയത്ത് ഈ പ്ലാസ്റ്റിക്കിന്റെ മാത്രം ഇടാണെങ്കിൽ വലിയ കുഴപ്പമില്ല. മനസ്സിലായോ? അതിലാണ് എല്ലാവരും അതെല്ലാം കളയണത്. അത് ഈ വാട്ടർ പ്രൂഫ് വണ്ടിയായിരിക്കണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് ഉള്ളൂ ആ സാധനം. പുതിയ വണ്ടി വന്ന് ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കത്തിക്കല് കഴിഞ്ഞു. അതിത് മാറ്റി അടുത്ത അപ്പോഴത്തെ പെയിന്റ് അടിച്ച് മറ്റാ ഇത് അടിച്ചു കഴിഞ്ഞാൽ അതാണ് അതിന്റെ കളി. മറ്റേ സീറ്റുണ്ട് അല്ലേ? നമ്മുടെ വണ്ടിയുടെ വെൽഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉരച്ച് കളഞ്ഞിട്ട് നമുക്ക് പ്രൈമർ അടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു വയർ ബ്രഷ് മേടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ സാൻഡ് പേപ്പർ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ഈ വയർ ബ്രഷ് അടിച്ചിട്ട് മൊത്തത്തിൽ തുരുമ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ ഈ തുണി വെച്ച് മൊത്തത്തിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം പിന്നെ സാൻഡ് പേപ്പർ ഒഴിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് കൂടുതലായിട്ടുള്ള, അതായത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തുരുമ്പ് കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാ ഹാർഡ്വെയർ ഷോപ്പിൽ നമുക്ക് 20 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടും. ഈ ഒരു ഗ്ലൗസ് ഇട്ടാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കൈ നമ്മുടെ അവിടെ എവിടെയും കൊണ്ട് കീറാതിരിക്കും. പിന്നെ നമ്മൾ ഈ പണിയൊന്നും ചെയ്ത് അധികം ശീലമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുവരെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്തു. വലിയ എഫർട്ടൊന്നും തോന്നില്ല, കാരണം ഒന്നാമത് നമ്മുടെ വണ്ടിയാണ്, പിന്നെ അതേപോലെ തന്നെ നമുക്കിത് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ മാസ്ക് വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ സാൻഡ് പേപ്പറിൻ്റെ ചെറിയ പീസ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തുള്ള തുരുമ്പൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് തുരുമ്പായിട്ടില്ലേ, ഈ തുരുമ്പൊക്കെ കളയാനായിട്ട് നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് തന്നെ ഉരയ്ക്കണം നല്ലത്. സാൻഡ് പേപ്പർ ചെറിയ പീസ് എടുത്തിട്ട് ഉരയ്ക്കണം നല്ലത്. ഏറ്റവും നന്നായിട്ട് നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യും, പിന്നെ ഫ്രണ്ടിൽ കുറച്ച് തുരുമ്പുണ്ട്, അത് നമ്മൾ നാളെ ചെയ്യും. അങ്ങനെ 2 ദിവസം കൊണ്ട് നമ്മുടെ എന്താ പറയുക തുരുമ്പൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഒരു ദിവസം ഉണങ്ങാൻ ഇട്ടിട്ട് 3-ാമത്തെ ദിവസം നമുക്ക് പെയിൻ്റ് അടിക്കാം. നന്നായിട്ടൊന്ന് ഉണങ്ങണം, നന്നായിട്ട് വലിയണം. പറ്റുകയാണെങ്കിൽ തിന്നറോ എന്തെങ്കിലും വെച്ചൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങും നാളെ. ഈ ഒരു ഭാഗത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെയൊക്കെ ചെറിയ ചെറിയ തുരുമ്പിൻ്റെ പാച്ചുകളുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വയർ ബ്രഷ് അടിച്ച് ഉരച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഇങ്ങനെ ആ ഒരു പണ്ടൊട്ടിച്ചേർന്ന ഷീറ്റിൻ്റെ കുറച്ച് പീസൊക്കെ ഉണ്ട്, അത് നമുക്ക് പുട്ടി ബ്ലേഡ് വെച്ചിട്ട് ജസ്റ്റ് കുത്തിക്കളയാവുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നാളെ മൊത്തത്തിൽ, നാളെയല്ല ഇതെല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോക്സി അടിക്കാം. എപ്പോക്സി നമ്മൾ ഓയിൽ കണ്ടന്റുള്ള പ്രൈമർ എന്ന് ടൈമോൺ ചേട്ടൻ പറഞ്ഞു. ടൈമോൺ ചേട്ടൻ എനിക്കൊക്കെ ഓർമ്മയുള്ള കാലം തൊട്ട് പെയിൻറ്റ്, അതായത് ഓട്ടോ പെയിൻറ്റിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ ടൈമോൺ ചേട്ടൻ നമ്മുടെ കുടുംബത്തിലുള്ള ആളാണ്. ടൈമോൺ ചേട്ടനാണ് ഏതാണ് ഏറ്റവും നല്ല പെയിൻ്റ് എന്ന് നമുക്ക് പറഞ്ഞത്. പെയിൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അന്ന് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതുവരെയുള്ള എന്താ പറയുക, ഒന്നാമത് നമ്മുടെ സ്വന്തം വണ്ടിയാണ്, നമ്മൾ തന്നെ ബിൽഡ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എഫർട്ട് എടുത്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു വണ്ടി ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു ചെറിയൊരു വർക്കൗട്ടും അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ആക്ടിവിറ്റിയും കൂടിയാണ്. പിന്നെ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. ഇന്നിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റിൻ്റെ അടിയിൽ ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് തുരുമ്പുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സീറ്റ് ആദ്യം മറിച്ചിടാം. പിന്നെ ഇന്നലത്തെ നമ്മുടെ ഒരു പോരായ്മയായിരുന്നു, നമുക്ക് ഈ ലൈറ്റ് തൂക്കിയിടാനായിട്ടുള്ള സൗകര്യം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് ഇതേപോലെ ഒരു കമ്പി വളച്ചെടുത്തിട്ട് നമുക്കിപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി തൂക്കിയിടാം. വേണ്ടില്ലേ, അപ്പോൾ നമുക്ക് എവിടെയാണോ വെട്ടം വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ആ ലൈറ്റ് തൂക്കിയിടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വയർ ബ്രഷ് അടിക്കാം. ഇതില്ല, ഇന്നലത്തെ മഴയിൽ ഇവിടെ കുറച്ച് വെള്ളം വീണിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗമാണ് കുറച്ച് വൃത്തിയാക്കാനുള്ള. ആ മാറ്റിട്ട് ആകെ തവിട് പൊടിയായി പോയത് കണ്ടില്ല. ആ ഭാഗത്തൊക്കെ ആ ചേട്ടൻ മെറ്റൽ പേസ്റ്റ് കുറച്ച് ഇട്ടിട്ടുണ്ട്. മെറ്റൽ പേസ്റ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മെറ്റൽ പേസ്റ്റ് കിട്ടുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാം. ഇവിടെയൊക്കെ ഉരയ്ക്കാനുണ്ട്. ഈ ഒരു ഏരിയ ഉരയ്ക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻജിൻ കണ്ടില്ല, എൻജിനൊക്കെ നല്ല ഡീസൻ്റാണ്. ഇച്ചിരി ആ ലീക്ക് ഉണ്ടായിരുന്നൊക്കെ നമ്മൾ ഇത്തവണ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ടൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അങ്ങനെ ഓയിൽ ലീക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. ആ ഒരു പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ, ആ ഒരു തുരുമ്പ്. അത് നമുക്ക് സെറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വയർ ബ്രഷും സാൻഡ് പേപ്പറും ഇട്ട് നമ്മുടെ ഫ്ലോറിൻ്റെ എല്ലാ ഭാഗത്തെയും തുരുമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കളഞ്ഞു. നമ്മളിപ്പോൾ ഓട്ടോ പേസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഓട്ടോ പേസ്റ്റ് മേടിച്ച് ഇനിയിപ്പോൾ ഈ ഗ്യാസ് വെൽഡ് ചെയ്ത എല്ലാ ഏരിയയിലും നമ്മൾ ഈ ഓട്ടോ പേസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വെൽഡ് ചെയ്ത ഏരിയയിൽ അല്ലെങ്കിൽ ഏതൊരു വെൽഡിങ് ആണെന്നുണ്ടെങ്കിലും ആ വെൽഡ് ചെയ്ത ഏരിയയിലാണ് ആദ്യം തുരുമ്പ് വരാൻ അത്യാവശ്യം നനവുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഓട്ടോ പേസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഓട്ടോ പേസ്റ്റ് ഫില്ല് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ഉരച്ചതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഓട്ടോ പേസ്റ്റ് എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചില്ലെങ്കിൽ ഈ സാധനം പെട്ടെന്ന് സെറ്റാവും. ഒരു 20 മിനിറ്റിനുള്ളിൽ ഈ സാധനം സെറ്റാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഓയിലുമായിട്ട് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്യാം. ഇന്നലെ നമ്മളൊരു ടിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറ്റിയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ സാധനം ഓയിലായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്താ പറയുക, കുറച്ച് നമുക്ക് വേസ്റ്റ് വന്നു. പിന്നെ ഇത് പരമാവധി നമ്മൾ കുറച്ചെടുക്കുക. കുറച്ചെടുത്ത് ഫില്ല് ചെയ്ത് പോകണം നല്ല. അല്ലെങ്കിൽ നമുക്കിത് ഈ സാധനം പെട്ടെന്ന് സെറ്റാവും ഈ സാധനം. അതുകൊണ്ട് നമ്മൾ
കുറച്ച് പീസ് എടുത്തിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇത് കറക്റ്റായിട്ട് എയർ ടൈറ്റായിട്ട് വയ്ക്കാം എപ്പോഴും എടുത്തതിന് ശേഷം. അതിനുശേഷം അതിൻ്റെ കൂടെ ഈ ഒരു പേസ്റ്റ് കിട്ടും. ഈ ഒരു പേസ്റ്റ് 1:4 എന്നാണ് അവർ പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് അത്യാവശ്യം ചേർക്കാം. ഈ പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഓട്ടോ പേസ്റ്റ് മേടിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. ഇത് കൃത്യമായിട്ട് ഇതിങ്ങനെ ഒരു പഴയ ടൈൽ എടുത്താൽ മതി. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ടൈലാണ് ഏറ്റവും ബെസ്റ്റ് മിക്സ് ചെയ്യാനായിട്ട്. ഇന്നലെ ഞാൻ ആ ഓയിലുമായിട്ട് കറക്റ്റായിട്ട് മിക്സ് ആക്കാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് രണ്ടാമത്തെ റൗണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഓയിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കുറച്ച് എടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പിൽ ഇതിങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കണ 2 ഇഞ്ചിൻ്റെ പുട്ടി ബ്ലേഡാണ്. 2 ഇഞ്ചിൻ്റെ പുട്ടി ബ്ലേഡ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നുന്നത് ഇത് ഫില്ല് ചെയ്യാനായിട്ട്. നമുക്ക് ഈ പണിയൊന്നും ചെയ്ത് ശീലമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു രസത്തിൻ്റെ പുറത്തും അതേപോലെ തന്നെ നമ്മളൊരു കാര്യം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഇപ്പം നമ്മൾ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം പുട്ടി സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് കളഞ്ഞു. പൊടി നമ്മൾ മൊത്തം ബ്രഷ് വെച്ച് തട്ടിക്കളഞ്ഞു. ആദ്യം വാക്വം ക്ലീനർ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് വെച്ചിട്ട് വലിയ ഇമ്പാക്റ്റ് കിട്ടണ്ടായില്ല. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് തട്ടിക്കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ ഒരു കോട്ടണിൽ തിന്നർ മുക്കി മൊത്തത്തിലൊന്ന് തുടച്ച് കളഞ്ഞു. ആ തിന്നർ മുക്കിയാണ് തുടച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വണ്ടിയുടെ ഫ്ലോർ മൊത്തം ക്ലീനായി. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ഒരു കോട്ട് പെയിൻ്റ് അടിച്ചിടണം. ഇന്നിപ്പോൾ രാവിലെ അടിച്ചിട്ട് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് ഉണങ്ങുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു കോട്ട് കൂടി അടിക്കും. എന്നിട്ട് ശനിയാഴ്ച പറ്റുകയാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച നമ്മൾ കൊണ്ടുപോയിട്ട് സീറ്റൊക്കെ ഫിറ്റ് ചെയ്യും. കാരണം ഞായറാഴ്ച എനിക്കൊരു ഫംഗ്ഷൻ പോകാനുണ്ട്, അപ്പോൾ വണ്ടി വേണം. അപ്പോൾ ഒരു 7 സീറ്റർ വണ്ടി ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവാം. അത് കാരണമാണ് ഇത്ര പെട്ടെന്ന് പരിപാടികളൊക്കെ തീർക്കണം. 2 കോട്ട് പെയിൻറ്റുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കണം. അതല്ല ഇനിയിപ്പോൾ ഒരു കോട്ട് കൂടി അടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരിപാടി കഴിഞ്ഞ് വന്നിട്ട് സീറ്റിൻ്റെ ഇടയ്ക്കൂടെ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഫ്ലോറിങ്ങിൻ്റെ പരിപാടിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു ചിലവായ തുക എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 രൂപ താഴെ ആയിട്ടുള്ളൂ. കാരണം നമുക്കൊരു വയർ ബ്രഷ് ബാക്കി വന്നിട്ടുണ്ട്, സാൻഡ് പേപ്പർ പകുതി ആയിട്ടുള്ളൂ, കോട്ടൺ പേസ്റ്റ് എല്ലാ സാധനവും കുറച്ച് ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞു. പിന്നെ ഡെയിലി ഒരു 2 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ വണ്ടിയുടെ മുന്നിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു പരിപാടി സ്വന്തമായിട്ട് ചെയ്തതിൽ. നമ്മുടെ വണ്ടി നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരേതായ രീതിയിൽ അവർ റഫായിട്ടാണ് ചെയ്തുകൊണ്ട് തരുള്ളൂ. പക്ഷേ ഇത് നമ്മൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെയൊക്കെ ചെയ്ത് എന്താ പറയുക, പുതിയൊരു കാര്യം പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഡ്യൂക്കോൻ്റെ ഓയിൽ പ്രൈമറാണ് നമ്മൾ ഫ്ലോറിൽ അടിക്കാൻ പോകുന്നത്.